ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനിവിടുത്തെ മെമ്പറാണ് മാഡം. ഈ പഞ്ചായത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളും എനിക്കറിയാവുന്നതുമാണ്. ഇവരെ ഇപ്പൊ ഇവിടെ നിറയ്ക്കുക കളക്ടർക്കെതിരെ തീർച്ചയായും ജനം തിരിയും. അത് പിന്നെ വലിയൊരു പ്രശ്നമായി മാറുകയും ചെയ്യും. മേഡം, ഈ പറയുന്നതൊക്കെ കള്ളത്തരോ? ഓടറാ. ആശം തന്നെ. അങ്ങനിപ്പോ ഏതാ പെണ്ണ്? ആശാന്റെ രഹസ്യോ? അത് എന്റെ അടുത്തോ? അതെ, ആശാൻ പറഞ്ഞു കേട്ടല്ലോ. സമയമാകുമ്പോ ഞാൻ വരും, കൃത്യമായി പണം തന്നോളണം കേട്ടാ. അവന്റെ നിങ്ങൾ വന്നപ്പോ എന്തൊക്കെ ഉണ്ടായെന്നാ പറഞ്ഞത്? അന്നിവിടെ കമ്പനി തൊഴിലാളികളും ഗുണ്ടകളും ഒക്കെ ആയിരുന്നു മാഡം. ഈ വീടുകളിലൊക്കെ അവര് താമസിച്ചിരുന്നത്. ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ വെല്ലുവിളിക്കായിരുന്നു. രാമേട്ടനാ വാതിലൊന്ന് മുട്ടിയേ. ഏത് ഗുണ്ടയാ വന്ന് വാതിൽ തുറക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, ഇവിടെ ആരുമില്ലേ? ഹലോ, അകത്താളുണ്ടോന്ന്? അകത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ മേഡം. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. എന്നാ അടുത്ത വീട് നോക്കാം. രാമേട്ട, അകത്ത് ആളുണ്ടെന്ന് തോന്നുന്നു. ഹലോ, അകത്താളുണ്ടോ? ഹലോ, അകത്താളുണ്ടോന്ന്? അതെ, ജാനകി ചേച്ചി അങ്ങനെ ഇങ്ങനെയൊന്നും പുറത്തേക്ക് ഇറങ്ങാറില്ല. ചിലപ്പോ രാവിലെ ഇറങ്ങി ഇവിടെ ഇരിക്കുന്നത് കാണാം. പഞ്ചായത്തിൽ നിന്ന് മെമ്പർ ഭക്ഷണം കൊണ്ടുവരുമ്പോ മാത്രമേ വാതിൽ തുറക്കത്തുള്ളൂ. അവരുടെ കിഡ്നി രണ്ടും പോയ അവസ്ഥയിലാ. നാട്ടുകാരുടെ കാരുണ്യത്തിൽ അവർ കഴിഞ്ഞു പോകുന്നത്. നിങ്ങളപ്പോ ഏത് വീട്ടിലെയാ? ഞാൻ ഈ വീട്ടിലെയാ. ഞാനും രോഗിയാ, ക്യാൻസറാ. ഭർത്താവും മക്കളും എല്ലാം ഉപേക്ഷിച്ചു. മഹേന്ദ്ര മുതലാളിയുടെ കാരുണ്യം കൊണ്ടാ ചികിത്സ നടക്കുന്നത്. ആരാ? ആരാ വിളിച്ചത്? ഭക്ഷണം കൊണ്ട് വന്നതാണോ? അല്ല, ഞങ്ങള് കളക്ടർ ഓഫീസിൽ നിന്നാ. നിങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലം പുറമ്പോക്ക് ഭൂമിയാണ്. നിങ്ങളൊക്കെ ഇവിടുന്ന് മാറിത്തരണമെന്ന് പറയാനാ ഞാൻ വന്നത്. നിങ്ങൾ മാറിത്തരേണ്ടി വരും.
അയ്യോ ചതിക്കരുത് മക്കളെ. ഇവിടുന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാ ഞങ്ങൾ എവിടെ പോവാനാ? ഈ അസുഖം കാരണം നേരെ ചൊവ്വയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഇവിടുന്ന് ഇറക്കി വിട്ട പട്ടിണി കിടന്ന് ചാവത്തേ ഉള്ളൂ. ഇതുപോലുള്ള ഓരോ അസുഖങ്ങൾ പിടിപെട്ടവരാണ് മാഡം. അവർക്കൊക്കെ ഓരോരോ കഥകളും ഉണ്ടാവും. മൊത്തത്തിൽ വലിയൊരു കഥ തന്നെയാണെന്ന് മനസ്സിലായി. എന്തായാലും എനിക്ക് എന്റെ ജോലി പൂർത്തിയാക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ സഹകരിക്കണം. 2 ദിവസം കൂടി നിങ്ങൾക്ക് ഞാൻ തരാം. അതിനുള്ളിൽ എല്ലാ സാധനങ്ങളും എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കണം. ഇത് നടക്കില്ല മാഡം. ഇവരുടെ ഈ അവസ്ഥയില് ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ ഇവരെവിടെ പോവാനാ? തൊഴിലെടുക്കാനാവില്ല. കൃത്യമായ മരുന്നും ഭക്ഷണവും വേണം. ഇവിടെ ഇപ്പൊ മഹേന്ദ്ര സാറിന്റെ കാരുണ്യത്തിലാണ് ഇവർ കഴിഞ്ഞു പോകുന്നത്. ഇത് മുടക്കിയ ഇവർക്ക് ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ല. മാണിക്കോത്ത് ഗ്രൂപ്പുകൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചിലത് മാത്രമാണിത്. ഇതിപ്പോ നിങ്ങളിവിടെ വന്നതുകൊണ്ട് അറിഞ്ഞു. ഇതുപോലെ നിരവധി ആളുകളുടെ ചികിത്സയും താമസവും ഭക്ഷണവും എല്ലാം ഒരു മുടക്കവും കൂടാതെ മാണിക്കോത്ത് കുടുംബം നടത്തി പോരുന്നുണ്ട്. അത് എത്രത്തോളം എത്തിക്കാമോ അത്രത്തോളം എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മാഡം, ഈ പറയുന്നതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോ ഇവിടെ താമസിച്ചിരുന്നത് ഈ രോഗികളായ സ്ത്രീകളൊന്നും അല്ല. ഈ പറയുന്ന മഹേന്ദ്രന്റെ കമ്പനിയിലെ തൊഴിലാളികളാ. അവർ ഞങ്ങളോട് വളരെ മോശമായിട്ടാ പെരുമാറിയത്. ഒരിക്കലും അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഇവരൊക്കെ ഇവിടെ സ്ഥിര താമസക്കാരാ. രേഖകൾ വേണമെങ്കിൽ കാണിക്കാം. ഞാനിവിടുത്തെ മെമ്പറാണ് മാഡം. ഈ പഞ്ചായത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളും എനിക്ക് അറിയാവുന്നതുമാണ്. ഇവരെ ഇപ്പൊ ഇവിടെ നിന്ന് ഇറക്കിയ കളക്ടർക്കെതിരെ തീർച്ചയായും ജനം തിരിയും. അത് പിന്നെ വലിയൊരു പ്രശ്നമായി മാറുകയും ചെയ്യും. മേഡം, ഈ പറയുന്നതൊക്കെ കള്ളത്തരോ? അന്ന് വന്ന കണ്ട അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ സ്ത്രീകളെല്ലാം ഇവിടുന്ന് പോവും. ഗുണ്ടകൾ കയറി താമസിക്കുകയും ചെയ്യും. മാഡത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും തന്ത്രമാണ് ഇവിടെ നടക്കുന്നത്.